ഉണ്ടായ കാര്യം ഞാൻ പറഞ്ഞു. അതായത് അവിടെ എത്തുന്നു, എത്തിയാൽ ഉടനെ ആരോടാണ് സംസാരിക്കുക? സൂപ്രണ്ടിനോട്. സൂപ്രണ്ട് സംസാരിച്ചു. സൂപ്രണ്ട് എന്താ പറയുന്നത്? അവിടെയുള്ള പ്രശ്നം എന്ന് പറയുന്നത് ഒരു കുട്ടിക്ക് ഒരു ചെറിയ രീതിയിലുള്ള പരിക്കേണ്ട തുന്നൽ മാത്രമേ കൊണ്ടു. ആന്തരിക ഭാഗങ്ങളിൽ ഗുരുതരമായ പരിക്കില്ല. പിന്നെ ഒരു ജീവനക്കാരനും പരിക്ക് പറ്റിയിട്ടുണ്ട്, അതും കുഴപ്പമുള്ളതല്ല എന്ന് സൂപ്രണ്ട് പറയുന്നത്. അപ്പം തന്നെ പോയിട്ട് നിങ്ങൾ ഈ മൈക്ക് കാണിച്ചു കൊടുത്താൽ അതിൻ്റെ ഭാഗമായിട്ട് അപ്പം പറയാണ്. അപ്പോഴും ഈ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതായത് അത് നിർത്തിവെച്ചു എന്നുള്ള രീതിയിലാണല്ലോ വലിയ പ്രചാരണം. അത് ഈ പ്രസ്താവനയോടുകൂടിയാണ് പൂർണ്ണമായിട്ട് നിർത്തിവെച്ചത്, ഒരപകടവും പറയുന്നില്ല എന്ന് പറഞ്ഞത് എന്ന് പറയുന്നത് തെറ്റായ പ്രചാരവേലയാണ്. അതാണ് ഞാൻ പറഞ്ഞത്. അതൊക്കെ പറയുമ്പോൾ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യണമെന്നാണ് എൻ്റെ അഭിപ്രായം. ആര് പറയുമ്പോൾ, പ്രതിപക്ഷ നേതാവായാലും തിരുവഞ്ചൂർ രാധാകൃഷ്ണനായാലും ആര് പറയുമ്പോഴും ഗൗരവപൂർവ്വം ഇത് കാണേണ്ടതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് അവിടെ വരേണ്ടുന്ന പ്രധാനപ്പെട്ട JCBയും അതുപോലെ ഹിറ്റാച്ചിയുമാണ്. അത് വന്നാലേ ഇത് സ്ലാബുകൾ ഉൾപ്പെടെ മാറ്റാൻ സാധിക്കുള്ളൂ. അതവിടെ അതിന് വരാൻ പോലെയുള്ള വർക്ക് നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ്. അതിന് ശേഷമാണ് അവർ വന്നത്, വരികയും ചെയ്തു. കൃത്യമായ രീതിയിലുള്ള രക്ഷാപ്രവർത്തനം നടത്തുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിനു മുമ്പ് തന്നെ അവിടെ തന്നെ മരണപ്പെട്ടു എന്നാണ് കണ്ടത്. ഒരാളായിട്ട് പറയും. അതാ ഞാൻ നേരത്തെ പറഞ്ഞ മറുപടി. നിങ്ങൾ എന്താ പറയുക, നിങ്ങളെ മറ്റേ മൈക്കും കൊണ്ട് പോയിട്ട് ഒരു ആളോട് പറയുമ്പോൾ ആ പറയുന്ന ആൾക്ക് അപ്പം കിട്ടിയ വിവരല്ലേ ആദ്യം പറയാൻ പറ്റൂ. പിന്നെ കുറച്ച് കഴിഞ്ഞ് പോയാൽ അന്നേരം അത് പറയും. അത് നിങ്ങൾ പോയിട്ടില്ല. പിന്നെ പ്രതിപക്ഷം പറയാൻ തുടങ്ങിയത് എത്ര കാലമായി? 4 കൊല്ലം മുമ്പേ പറഞ്ഞു തുടങ്ങിയതല്ലേ. അതിലൊരു കാര്യമില്ലെന്ന് എല്ലാവർക്കും അറിയാലോ. ഏത് പ്രശ്നം വരുമ്പോഴും മുഖ്യമന്ത്രി രാജിവെക്കണം, മന്ത്രി രാജിവെക്കണം എന്ന് പറയാൻ തുടങ്ങിയിട്ട് കുറേ കാലമായി. അതൊന്നും രാജിവെക്കാനൊന്നും ആരും പോകുന്നില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം, അവർക്കും അറിയാം. അതിലൊന്നും യാതൊരു അടിസ്ഥാനപരമായിട്ടുള്ള പ്രശ്നവും അതിനകത്ത് വിളിച്ച്. ഇത് കനകോലു സിദ്ധാന്തത്തിന്റെ ഭാഗമായി അവർ പ്ലാൻ ചെയ്തൊരു പരിപാടിയാണ്. ആ പരിപാടി നിങ്ങൾ കൊടുക്കാൻ പാടില്ല എന്നാണ് എനിക്ക് വാർത്താ സംവിധാനത്തോട് പറയാനുള്ളത്. ഇനിയിപ്പോൾ ഇനി എല്ലാ ദിവസവും ഇങ്ങനെയാ വരിക. ഇത് ഒറ്റപ്പെട്ട സംഭവമായിട്ട് നിങ്ങൾ എടുക്കണ്ട. ഏറ്റവും നന്നായി നടക്കുന്ന ആരോഗ്യ പരിരക്ഷ, വിദ്യാഭ്യാസ മേഖല ഉൾപ്പെടെ എങ്ങനെ അതിനെയൊക്കെ ചീത്തപ്പെടുത്താം, എന്നിട്ട് ജനങ്ങളുടെ മനസ്സിൽ ഇതൊന്നും അല്ല ശരി എന്ന് എങ്ങനെ അവതരിപ്പിക്കാം എന്ന ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അവർ. അതാ കാര്യം. അത് പിന്നെ മന്ത്രി ഉണ്ടാക്കിയതാ. പിന്നെ അത് നിങ്ങൾ വ്യാഖ്യാനിക്കുന്ന ന്യായീകരിക്കാൻ ഉൾപ്പെടുന്നത്. അപ്പം നിങ്ങളത് മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങളോട് പറഞ്ഞു, അങ്ങനെയുള്ളൊരു സംഭവം ഉണ്ടായി. ആ സംഭവത്തെ കൃത്യമായിട്ട് ജനങ്ങളുടെ മനസ്സിൽ എത്തിക്കുകയാണ് വേണ്ടത്. അതിനു പകരം പ്രതിപക്ഷ നേതാവും അതുപോലെ തന്നെ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഉൾപ്പെടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഇവർ പോയി അതിനടിസ്ഥാനപ്പെടുത്തിയിട്ട് വേറൊന്നും സംഭവിച്ചില്ല എന്നുള്ളതുകൊണ്ട് എല്ലാ രക്ഷാപ്രവർത്തനവും അവസാനിപ്പിച്ചു എന്ന തെറ്റായ കളവായ പ്രചാരവേലക്ക് കൂട്ടുനിൽക്കാൻ പാടുണ്ടോ? അവർ പോയതിനു ശേഷം അവിടെ രക്ഷാപ്രവർത്തനം നിർത്തിവെച്ചിട്ടുണ്ടോ? ഏതെങ്കിലും നിർത്താൻ പറഞ്ഞിട്ടുണ്ടോ? സജീവമായി കൊണ്ടുവരാൻ തുടരാനല്ലേ പറഞ്ഞത്. അതിന്റെ ഭാഗമായിട്ടല്ലേ ഫയർഫോഴ്സ് ഉൾപ്പെടെയുള്ള മുഴുവൻ സെറ്റും ചേർന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അങ്ങോട്ട് പ്രവേശിക്കാനുള്ള വഴിയിൽ ഉണ്ടായിരുന്നതെല്ലാം കട്ട് ചെയ്ത് മാറ്റിയിട്ടല്ലേ അങ്ങോട്ട് പ്രവേശിപ്പിച്ചത്. അപ്പൊ അതാണ് നമ്മൾ പറയേണ്ടത്. അത് പറയുന്നതിന് പകരം വേറെ എന്തെങ്കിലും പറയല്ലേ വേണ്ടത്. ഞാനിത് പറഞ്ഞത് മാധ്യമങ്ങൾ കുറ്റപ്പെടുത്താനല്ല ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞത് അവിടെ നടത്തിയിട്ടുള്ള രക്ഷാപ്രവർത്തനം ഒരിക്കലും നിർത്തിവെച്ചിട്ടില്ല. അപ്പോൾ നിർത്തിവെക്കാതെ രക്ഷാപ്രവർത്തനം നിർത്തിവെച്ചു എന്നുള്ള പ്രചാരവേല നടത്തിയിട്ട് മനുഷ്യത്വരഹിതമായ നിലപാടാണ് മന്ത്രിമാർ സ്വീകരിച്ചത് എന്ന് പറയുന്നതിൽ വല്ല കാര്യമുണ്ടോ? അത് തെറ്റായ പ്രചാരവേലയാണ്. ആദ്യം അവിടെ എത്തിയ ഉടനെ നിങ്ങൾ മൈക്കുമായിട്ട് പോയപ്പോൾ അവർ പറഞ്ഞു, അവിടെ സൂപ്രണ്ട് പറഞ്ഞ കാര്യം അത് സൂപ്രണ്ടും പറഞ്ഞു, ഞാനാണ് അവരോട് പറഞ്ഞത്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിന്റെ മേലെ കയറി മന്ത്രി രാജിവെക്കണമെന്ന് പറയുക, അതുപോലെ തന്നെ മന്ത്രിക്കെതിരായിട്ടുള്ള മുദ്രാവാക്യം വെച്ച് കേരളത്തിലുള്ള സമരം നടത്താൻ തീരുമാനിക്കുക. ഏത് സിസ്റ്റത്തിന്റെ? അത് കുറച്ചധികം വിശദീകരിക്കണം. ഭരണകൂടം ഇല്ല, ഞാനില്ല, അതിനൊന്നും ഞാൻ പോകണം, വെറുതെ ആവശ്യമില്ല. ശരി ആയില്ലേ? അല്ല, ആ സിസ്റ്റം നിയന്ത്രിച്ചുകൊണ്ടല്ലേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എത്ര കോടിക്കണക്കിന് ഉറുപ്പികയുടെ കെട്ടിട നിർമ്മാണം നടത്തി
അതിലേക്ക് മാറ്റുന്നതിന് വേണ്ടിയുള്ള എല്ലാ സംവിധാനവും അവിടെ ഒരുക്കി ആ രീതിയിൽ പ്രവർത്തനം നടന്നു മുമ്പോട്ട് പോകുക തന്നെയാണ് കേട്ടോ. റിക്കാർഡ് വേഗതയിലാണ് ആ പണി പൂർത്തിയാക്കിയിട്ടുള്ളത്. സിസ്റ്റത്തിന് കുഴപ്പം എന്ന് പറയുന്നതിനെ പറ്റി ഞാനതിന്റെ മറ്റെല്ലാ വിശദീകരണത്തിലേക്കും പോകാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഞാനിപ്പോൾ ഉദ്ദേശിക്കുന്നില്ല. അത് നമുക്ക് വേറെ നന്നായിട്ട് ക്ലാസ് നടത്താം. ഇല്ല, ഞാനതിലൊന്നും പറയാൻ ഉദ്ദേശിക്കുന്നു. ധാർമ്മികമായിട്ട് എനിക്ക് നിങ്ങൾക്കെല്ലാം ഉള്ള ഉത്തരവാദിത്തം തന്നെ അവർക്കുള്ളൂ. രാജിവെച്ച പാരമ്പര്യമല്ലേ ഇപ്പോൾ ഉള്ളത്. കേന്ദ്രമന്ത്രിമാർ ഞാൻ അതിലേക്കൊന്നും ഇപ്പം കടക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ആ സിസ്റ്റത്തിന്റെ കുഴപ്പം തന്നെ. ശരി, മതി. സീമയെ പറയൂ. അത് പറയും. നിങ്ങൾ നിരസിപ്പെടണ്ട, പറയും. അതാണ് ഞാൻ പറയുന്നത്. ഒന്നുകിൽ ഓഫീസോ അല്ലെങ്കിൽ മുഖ്യമന്ത്രി തന്നെയോ ആ കാര്യം നിങ്ങളോട് പറയും. എന്ത് രഹസ്യമൊന്നുമില്ല. എന്ത് രഹസ്യം? ചികിത്സക്ക് പോകുന്ന രഹസ്യം. ശരി. ഇതുവരെ മുഖ്യമന്ത്രി കേരളം ഒട്ടാകെ ഈ വിഷയം ചർച്ച ചെയ്ത ഒരു കാര്യമായിട്ട് പോലും ഒരക്ഷരം ഇത് സംബന്ധിച്ച് അറിയിട്ടില്ല. അത് തെറ്റായ രാഷ്ട്രീയ സന്ദേശം നൽകുന്നില്ല. മുഖ്യമന്ത്രി എന്തുകൊണ്ടാണ് ഈ വിഷയത്തിൽ മൗനമായത്? മുഖ്യമന്ത്രി പറയേണ്ട സമയത്ത് കൃത്യമായി പറയും. ശരി. അല്ല, ഇവിടെ കാണേണ്ടത് വൈസ് ചാൻസലർക്ക് അധികാരമില്ലാത്ത മേഖലയിൽ രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്യുന്ന നിലയാണ് സ്വീകരിച്ചത്. യഥാർത്ഥത്തിൽ VC-ക്ക് അതിനുള്ള അവകാശമില്ല. ഒരു നിശ്ചിത പോസ്റ്റിന്റെ മേലെയുള്ള ഉയർന്ന ഉദ്യോഗസ്ഥന്മാർക്ക് നേരെ നടപടി സ്വീകരിക്കേണ്ടത് സിൻഡിക്കേറ്റും ഗവൺമെന്റും ഒക്കെയാണ്. അവിടെ VC-ക്ക് ആ കാര്യം നിർവഹിക്കാനില്ല. പിന്നെ നിയമപരമായിട്ട് അവർ പറയുന്നത് ഒരു സിൻഡിക്കേറ്റ് മുതൽ മറ്റൊരു സിൻഡിക്കേറ്റ് വരെ ഇടയിലുള്ള കാലത്ത് അത്യാഹിതമായ എന്തെങ്കിലും ഒരു പ്രശ്നം സംഭവിച്ചാൽ ഇടപെടാനുള്ള കാര്യം വെച്ചുകൊണ്ടാണ് ഇപ്പോൾ ഇടപെട്ടിട്ടുള്ളത് എന്നാണ്. അങ്ങനെ അത്യാഹിതമായ ഒരു സംഭവം ഇതിൻ്റെ ഇടയിൽ നടന്നിട്ടുമില്ല. അപ്പോൾ സ്വാഭാവിക നീതിക്കെതിരായ കടുത്ത രീതിയിലുള്ള കടന്നാക്രമമാണ് VC-യുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത്. അതിനെതിരായ ശക്തിയായ പ്രചരണവും വിദ്യാർത്ഥികളും അതുപോലെ തന്നെ മറ്റ് ജനവിഭാഗങ്ങളും അധ്യാപകരും ജീവനക്കാരെല്ലാം ഇപ്പോൾ ശക്തിയായി തുടങ്ങിയിട്ടുണ്ട്. അത് തുടരുകയും ചെയ്യും. അത്രയേ ഉള്ളൂ. നിയമപരമായ കാര്യം നോക്കുകയും ചെയ്യും. അങ്ങനെ താരതമ്യം ചെയ്യണ്ട. ഉള്ളതുപോലെ കണ്ടാൽ മതി.